ഹായ് ഫ്രണ്ട്സ്, ചെസ് മാസ്റ്റർ അക്കാഡമിയുടെ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് 2024 കവറേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റൗണ്ട് 7-ൽ ഒരു തീപാറിയ പോരാട്ടം നടന്നിരിക്കുകയാണ്. രണ്ട് അറ്റാക്കിംഗ് പ്ലേയേഴ്സ് തമ്മിൽ, മറ്റാരുമല്ല ഹിക്കാരു നാക്കാമുറയും ഇയാൻ നെപ്പോവും തമ്മിൽ അതിഗംഭീരമായ ഒരു പോരാട്ടം. ഇവിടെ വൈറ്റ് പീസുകൾ എടുത്തുകൊണ്ട് വിജയത്തിനായി പോരാടുകയാണ് ഹിക്കാരു നാക്കാമുറ. ഇയാൻ നെപ്പോ വളരെ സോളിഡായി ഒരു ഡിഫെൻസീവ് ഓപ്പണിംഗ് നടത്തുകയാണ്. പെട്രോഫ് ഡിഫൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാം. എന്തായാലും മുഴുവൻ ഗെയിം കാണുക. തീപ്പാറിയ പോരാട്ടമാണ്. കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റ് ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഗെയിം കാണുക വിരളമാണ്. ഇവിടെ വരുന്നു പോൺ E4, പോൺ E5, നൈറ്റ് F3. ഇവിടെ നൈറ്റ് F6, പെട്രോഫ് ഡിഫൻസ്. നൈറ്റ് ടേക്സ് പോൺ. ഇവിടെ പോണിനെ പുഷ് ചെയ്തുകൊണ്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റ് തിരിച്ചു വരുന്നു, അപ്പോൾ പോണിനെ വെട്ടുന്നു. നൈറ്റ് ടേക്സ് പോൺ. പോൺ D4, പോൺ D5, ബിഷപ്പ് D3, ബിഷപ്പ് D6. ഓക്കെ, ഒരു സിമെട്രിക്കൽ വേരിയേഷൻ. ഇവിടെ വരുന്നു കാസ്ലിംഗ് കിങ് സൈഡ്. ഉടനെ നെപ്പോ കാസ്ലിംഗ് കിങ് സൈഡ് കളിക്കുന്നു. ഉടൻ വരുന്നു പോൺ C4, പോണിൽ അറ്റാക്ക്. പോൺ C6, റൂക്ക് E1. ഈ ഒരു നൈറ്റിൽ വീണ്ടും അറ്റാക്ക്. അപ്പോൾ ബിഷപ്പ് കൊണ്ട് ആ ഒരു നൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ബിഷപ്പ് F5. ഉടൻ വരുന്നു ക്വീൻ B3, പോണിൽ അറ്റാക്ക്. ക്വീൻ D7 കളിച്ചുകൊണ്ട് പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നു. ഇവിടെ വെച്ച് നൈറ്റിനെ കളിക്കാം, ബിഷപ്പിനെ കളിക്കാം. എന്നാൽ നാക്കാമുറ കളിക്കുന്നത് മറ്റൊരു മൂവാണ്. പോണിനെ പുഷ് ചെയ്തുകൊണ്ട് ഈ ഒരു ബിഷപ്പിലെ അറ്റാക്ക്, അതേപോലെയുള്ള ഇവിടെയുള്ള പോൺ ടെൻഷൻ ഇവിടെ തുടക്കത്തിൽ തന്നെ കളയുകയാണ് നാക്കാമുറ. ബിഷപ്പ് തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ ഒരു ക്വീൻ ടെക്സ് പോൺ സാധ്യമാണോ? ക്വീൻ ഈ ഒരു പോണിനെ വെട്ടണോ? എന്നിട്ട് റൂക്കിനെ അറ്റാക്ക് ചെയ്യണോ? ഇവിടെ ഈ ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണ്? വൈറ്റ് ക്വീൻ ടെക്സ് പോൺ കളിക്കുകയാണെങ്കിൽ ഉടൻ വരും ബിഷപ്പ് ടെക്സ് പോൺ ചെക്ക്. ക്വീൻ ടെക്സ് ബിഷപ്പ്, ക്വീൻ ടെക്സ് ക്വീൻ. ക്വീനെ വെട്ടിമാറ്റാം. ഓക്കെ, അതുകൊണ്ട് ക്വീൻ ടെക്സ് പോൺ കളിക്കുന്നില്ല വൈറ്റ്. ഉടനെ പോൺ G3 കളിച്ചുകൊണ്ട് ആ ഒരു അറ്റാക്കിംഗ് ഐഡിയ ഇല്ലാതാക്കിയാണ് ആ ഒരു പോൺ സാക്രിഫൈസ്. ഇനി വേണമെങ്കിൽ ഈ ഒരു പോണിനെ വെട്ടാം അല്ലേ? എന്നാൽ ഈ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് പകരം നെപ്പോ പോൺ A5 കളിക്കുകയാണ്. ഉടൻ വരുന്നു നൈറ്റ് D2. ഈ ഒരു നൈറ്റിൽ വീണ്ടും പ്രഷർ. അപ്പോൾ ഇതിനെ വീണ്ടും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പീസുകളെ കൊണ്ടുവരണം അല്ലേ? എന്നാൽ വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു മൂവാണ് നെപ്പോ കളിക്കുന്നത്. പീസുകളെ കൊണ്ടുവരുന്നതിന് പകരം ഉള്ള പീസിനെ കൂടി ഡിഫെൻസീവ് മൂവിൽ നിന്നും പിൻവലിക്കുകയാണ് ഇയാൻ നെപ്പോ. എന്താണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം? ഇവിടെ നൈറ്റ് ടെക്സ് നൈറ്റ് കളിച്ചാൽ പോൺ ടെക്സ് നൈറ്റ് വരും. അതേപോലെ ഈ ഒരു ക്വീനിൽ അറ്റാക്ക്, ഡിസ്കവർഡ് അറ്റാക്ക്. അത് മാത്രമല്ല, ക്വീനെ മാറ്റിയാൽ ബിഷപ്പ് അല്ലെങ്കിൽ നൈറ്റിനെ വെട്ടിമാറ്റാൻ തിരിച്ച്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ നൈറ്റ് വന്നപ്പോൾ ബിഷപ്പിനെ തിരിച്ചു വലിക്കുന്നു നെപ്പോ. അപ്പോൾ നൈറ്റ് ടെക്സ് നൈറ്റ് കളിക്കുന്നില്ല. ഇവിടെ ഒരു പോൺ ഇപ്പോൾ ഹാങ്ങിങ് ആണല്ലേ. ഉടൻ വരുന്നു ക്വീൻ ടെക്സ് പോൺ, റൂക്കിൽ അറ്റാക്ക്. എന്ത് ചെയ്യും? ഈ റൂക്കിനെ എങ്ങനെ സേവ് ചെയ്യും? നൈറ്റിനെ മാറ്റിക്കൊണ്ട് ഈ ഒരു റൂക്ക് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്താലോ? അപ്പോൾ ഈ ഒരു നൈറ്റ് രണ്ട് പീസുകൾ കൊണ്ട് അറ്റാക്കിലാവും അല്ലേ? എന്നാൽ ഇവിടെ നെപ്പോ കളിക്കുന്നത് ഈ ഒരു റൂക്കിനെ രക്ഷിക്കുന്നതിന് പകരം റൂക്കിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട്, നാക്കാമുറയെ ഞെട്ടിച്ചുകൊണ്ട്, റൂക്ക് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നൈറ്റ് സാക്രിഫൈസ്, നൈറ്റ് ടെക്സ് പോൺ. എന്താണ് സംഭവിക്കുന്നത്? റൂക്കിനെ സാക്രിഫൈസ് ചെയ്ത ഇയാൻ നെപ്പോ കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റിൻ്റെ 7ാമത്തെ റൗണ്ടിൽ റൂക്കിനെ രക്ഷിക്കുന്നതിന് പകരം ഒരു നൈറ്റിനെ കൂടി സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു മൂവാണ് നാക്കാമുറ കളിക്കുന്നത്. നാക്കാമുറ ഈ ഒരു ക്വീൻ ടെക്സ് റൂക്കാണോ കളിക്കുക? കിങ് ടെക്സ് നൈറ്റാണോ കളിക്കുക? നാക്കാമുറ ഇവിടെ കളിക്കുന്നത് ഇത് രണ്ടുമല്ല. നാക്കാമുറ കളിക്കുന്ന നെക്സ്റ്റ് മൂവ് തിരിച്ചൊരു കൗണ്ടർ സാക്രിഫൈസ്, ബിഷപ്പ് ടെക്സ് പോൺ ചെക്ക്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമുക്ക് കാണാം. ക്വീൻ ടെക്സ് റൂക്ക് ഒരു ത്രെട്ടാണ്, കിങ് ടെക്സ് നൈറ്റ് ഒരു ത്രെട്ടാണ്. തിരിച്ച് കിങ് ടെക്സ് ബിഷപ്പ്. എന്താണ് ഇവിടെ നൈറ്റിനെ വെട്ടാതിരുന്നത്? നമുക്കൊന്ന് നോക്കാം. ഇവിടെ നൈറ്റ് ടെക്സ് പോൺ രണ്ട് പീസുകളെ സാക്രിഫൈസ് ചെയ്ത ഇയാൻ നെപ്പോയുടെ ഈ ഒരു നൈറ്റിനെ തൊട്ട് കഴിഞ്ഞാൽ വിവരമറിയും. കാരണം ബിഷപ്പ് ടെക്സ് പോൺ ചെക്ക്. ഓക്കെ, പോൺ ടെക്സ് ബിഷപ്പ്. അപ്പോൾ ക്വീൻ ടെക്സ് ക്വീൻ. ഈ ഒരു ക്വീനെ വെട്ടിമാറ്റും. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു നൈറ്റിനെ തൊടാൻ പറ്റില്ല. അതുകൊണ്ടാണ് തിരിച്ചൊരു കൗണ്ടർ സാക്രിഫൈസ്. ആദ്യം ബിഷപ്പ് ടെക്സ് പോൺ ചെക്ക്. കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു 3 പീസുകൾ ഹാങ് ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാക്കിംഗ് ഗെയിം വന്നിട്ടുണ്ടാവുക. ഓക്കെ, എന്തൊരു മനോഹരമായ ഒരു പൊസിഷൻ. ഇവിടെ വരുന്നു കിങ് ടെക്സ് ബിഷപ്പ്. അപ്പോൾ ക്വീൻ ടെക്സ് റൂക്ക്. എന്താണ് നെപ്പോ ഇവിടെ ഒരു ബിഷപ്പിനെ കൊടുത്തിരിക്കുകയാണ് ഒരു റൂക്കിന് പകരം. ബിഷപ്പിനെ കിട്ടിയിരിക്കുകയാണ്, എന്നാൽ പോയതൊരു റൂക്കാണ്. നാക്കാമുറയ്ക്ക് ഒരു ബിഷപ്പിന് പകരം ഒരു റൂക്കിനെ ലഭിച്ചിരിക്കുകയാണ്. ഇനി ഈ ഒരു ക്വീനിനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന്
പീസുകളെയൊക്കെ ഡെവലപ്പ് ചെയ്ത് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റിയാൽ, അതായത് ഒന്ന് റീഗ്രൂപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നാക്കാമുറയ്ക്ക് വിജയം ഉറപ്പ് അല്ലേ? കാരണം ഒരു ബിഷപ്പിന് പകരം ഒരു റൂക്കിനെ കിട്ടിയിരിക്കുകയാണ്. എന്നാൽ നെപ്പോ ഇവിടെ വരികയാണ്. ആദ്യമായി നൈറ്റ് H3 ചെക്ക്. കിങ് വരുന്നു നൈറ്റിൻ്റെ അടുത്തേക്ക് തന്നെ. ഉടനെ വരുന്നു ബിഷപ്പ് ഗെയിമിൽ വരികയാണ്. ബിഷപ്പ് G4 നൈറ്റിൽ അറ്റാക്ക്. എന്നാൽ ഇപ്പോൾ നൈറ്റിനെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ക്വീൻ വരുന്നു തിരിച്ച് B7ലേക്ക്. ഇനി ക്വീനിനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ റൂക്ക് E8 ഒരു റൂക്ക് എക്സ്ചേഞ്ച് ഓഫർ. ക്വീൻ തിരിച്ചു വരികയാണ് B3യിലേക്ക്. ഇനി എത്രയും പെട്ടെന്ന് പീസുകളെ എല്ലാം ഒന്ന് റീഗ്രൂപ്പ് ചെയ്യണം. എന്നാൽ ആദ്യമായി റൂക്ക് ടേക്സ് റൂക്ക്, നൈറ്റ് ടേക്സ് റൂക്ക്. അപ്പോൾ വരുന്നു ക്വീൻ E6. ഇവിടെ ക്വീൻ E2 വന്നുകൊണ്ട് ഒരു ചെക്ക് മേറ്റിനുള്ള പുറപ്പാട്. എന്നാൽ ഡിഫെൻസീവിൽ വരികയാണ് ക്വീൻ. എന്നാൽ അതേപോലെ അറ്റാക്കിൽ വരികയാണ്. ചെക്ക് കൊടുക്കുന്നു. അപ്പോൾ ബിഷപ്പ് F4 കളിച്ച് ചെക്കിനെ ഡിഫെൻഡ് ചെയ്യുന്നു. ക്വീൻ F1ൽ വരുന്നു. ഈ 2 സ്ക്വയറുകളും ഗാർഡ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ വെച്ച് നെപ്പോ തൻ്റെ അവസാന പീസിനെ ഗെയിമിലേക്ക് കൊണ്ടുവരികയാണ്. നൈറ്റ് D7. ഇപ്പോൾ നമുക്ക് കാണാം ബ്ലാക്ക് ഒരു ബിഷപ്പിന് പകരം റൂക്ക് കൊടുത്തെങ്കിലും ഇവിടെ പീസുകൾ നമുക്ക് കാണാം 1 2 3 4 5 പീസുകൾ കിങ്ങിനെതിരെ. എന്നാൽ പീസുകളെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനും ക്വീനിനെ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നക്കാമുറയ്ക്ക് വിജയം സുനിശ്ചിതം. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ആദ്യമായി ഇവിടെ വരുന്നു ഈ ഒരു നൈറ്റ് F3യിൽ വരുന്നു. കാരണം എത്രയും പെട്ടെന്ന് ഈ നൈറ്റിനെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യണം അല്ലേ? ഇവിടെ നൈറ്റ് വളരെ മോൺസ്റ്റർ നൈറ്റായി മാറിയിരിക്കുകയാണ്. എന്നാൽ നെപ്പോ തൻ്റെ നൈറ്റുമായി മുന്നേറുകയാണ്. നൈറ്റ് F6. അപ്പോൾ നൈറ്റ് G1 നൈറ്റ് എക്സ്ചേഞ്ച് ഓഫർ. എന്നാൽ ഈ ഒരു നൈറ്റിനെ ഇപ്പോൾ വെട്ടിമാറ്റുന്നില്ല. കാരണം ഈ ഒരു നൈറ്റ് ഇവിടെ ഈ ഒരു സ്ക്വയർ കൂടി ഗാർഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച് ഒക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നീട് മറ്റേ നൈറ്റ് വന്നുകൊണ്ട് ഇവിടെ ഒരു ചെക്ക് കൊടുക്കും. അത് ക്വീനെ ഫോർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ആദ്യം ഇവിടെ കിങ്ങിനെ പുറകോട്ട് വലിക്കുകയാണ്. ഇങ്ങനെയുള്ള എല്ലാ ഫോർക്കിംഗ് ഐഡിയാസും അവിടെ നിന്ന് മാറ്റുകയാണ്. ഉടൻ വരുന്നു ഇവിടെ ക്വീൻ E2 ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ. എന്നാൽ നെപ്പോ ക്വീനെ എക്സ്ചേഞ്ച് ചെയ്യാൻ തയ്യാറാവുന്നില്ല. നൈറ്റ് E4 ഈ ഒരു നൈറ്റിൽ അറ്റാക്ക്. എന്നാൽ അതിനെ ഗാർഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ച് നൈറ്റ് F3 കളിച്ചുകൊണ്ട് ഈ ഒരു ബിഷപ്പിൻ്റെ ലൈനൊക്കെ ഓപ്പൺ ചെയ്തുകൊണ്ട് നാക്കാമുറയ്ക്ക് കളിക്കാമായിരുന്നു. എന്നാൽ നാക്കാമുറ ഇവിടെ കളിക്കുന്നത് പോൺ A4. ഉടൻ വരികയാണ് നാക്കാമുറയ്ക്കെതിരെ ഇയാൻ നെപ്പോയുടെ അതിഗംഭീരമായ അറ്റാക്കിംഗ് കോമ്പിനേഷൻ. നമുക്ക് കാണാം ഈ ഒരു പൊസിഷനിൽ വെച്ച് ആദ്യമായി വരികയാണ്. നേരത്തെ ഒരു റൂക്കിനെ സാക്രിഫൈസ് ചെയ്തു. അതിനുശേഷം നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യാൻ നോക്കി. അവിടെ നിന്നും കൗണ്ടർ സാക്രിഫൈസ് ബിഷപ്പ്, കിങ് ടേക്സ് ബിഷപ്പ് കളിച്ചു. അങ്ങനെയൊക്കെ നടന്ന് ഒരു റൂക്കിനെ സാക്രിഫൈസ് ചെയ്ത ഇയാൻ നെപ്പോയുടെ നെക്സ്റ്റ് മൂവ് ബിഷപ്പ് ടേക്സ് പോൺ. ഒരു ബിഷപ്പ് സാക്രിഫൈസ്. പോൺ ടേക്സ് ബിഷപ്പ് വന്നപ്പോൾ ഉടൻ വരികയാണ് നൈറ്റ് സാക്രിഫൈസ്. നൈറ്റ് കൊണ്ട് വീണ്ടും ഒരു ചെക്ക് കൊടുത്തുകൊണ്ട് സാക്രിഫൈസ്. പോൺ ടേക്സ് നൈറ്റ്, ക്വീൻ ചെക്ക്. കിങ് ഇങ്ങോട്ടേക്ക് മാറണം അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് എവിടെ മാറിയാലും കിങ് F1ലേക്ക് മാറുകയാണ്. അപ്പോൾ വരുന്നു നൈറ്റ് G3 ചെക്ക്. അതേപോലെ ഫോർക്ക്, ക്വീനിനെ ഫോർക്ക് ചെയ്യുന്നു. കിങ് പോകുന്നു E1ലേക്ക്. അപ്പോൾ നൈറ്റ് ടേക്സ് ക്വീൻ. നമുക്ക് ഒന്നുകൂടി നോക്കാം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്. ഇവിടെ പോൺ A4 കളിച്ചപ്പോൾ ബിഷപ്പ് ടേക്സ് പോൺ, ബിഷപ്പ് സാക്രിഫൈസ്, പോൺ ടേക്സ് ബിഷപ്പ്. അപ്പോൾ നൈറ്റ് സാക്രിഫൈസ് ചെക്ക് കൊടുത്തുകൊണ്ട് പോൺ ടേക്സ് നൈറ്റ്. ഇങ്ങനെ 2 പീസുകളെ സാക്രിഫൈസ് ചെയ്തതിന് ശേഷം ക്വീനു കണ്ട് ചെക്ക് കൊടുത്ത് എതിരാളിയുടെ ക്വീനിനെ വെട്ടിമാറ്റുകയാണ് ഇയാൻ നെപ്പോ. ഓക്കെ, അങ്ങനെ അതിഗംഭീരമായ ഒരു അറ്റാക്കിംഗ് കോമ്പിനേഷൻ. ഇവിടെ ഇങ്ങനെ എക്സ്ചേഞ്ചുകളൊക്കെ നടന്നതിന് ശേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ക്വീൻ ഉണ്ട്, ബിഷപ്പുണ്ട്. വൈറ്റിനാകട്ടെ 2 നൈറ്റുകളും റൂക്കും ഒരു ബിഷപ്പും. പീസുകൾ കൂടുതലാണ്. അതാണ് വൈറ്റിൻ്റെ അഡ്വാൻറ്റേജ്. ബ്ലാക്കിൻ്റെ അഡ്വാൻറ്റേജ് ആകട്ടെ ക്വീൻ ബോർഡിലുണ്ട്. ഓക്കെ, വൈറ്റിന് ക്വീൻ ഇല്ല. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ആദ്യം ബിഷപ്പ് വരുന്നു, നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ റൂക്ക് വരുന്നു A3യിലേക്ക്. ഈ ഒരു ഫയൽ ഗാർഡ് ചെയ്യുന്നു. അതേപോലെ റൂക്ക് എപ്പോൾ വേണമെങ്കിലും നല്ല ഒരു പൊസിഷനിലേക്ക് വരും. പിന്നീട് ഈ ഒരു പോണിനെ കൂടി വെട്ടിമാറ്റാൻ എങ്ങാനും സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാസ്ഡ് പോൺ പിന്നീട് ക്യൂനാക്കി മാറ്റാൻ സാധിക്കും. ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ളത് കാരണം തന്നെ ഇവിടെ ഒരു പീസ് എക്സ്ചേഞ്ചിന് തയ്യാറെടുക്കുകയാണ് ഇയാൻ നെപ്പോ. ഇവിടെ ക്വീനൊക്കെ വന്ന് കളിക്കാം. ഇവിടെ ക്വീൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നൈറ്റിനെ മാറ്റിക്കഴിഞ്ഞാൽ എല്ലാ പീസുകളെയും പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, പിന്നീട് വൈറ്റിന് പതിയെ പതിയെ ഗെയിമിലേക്ക് വരാൻ സാധിക്കും. ഈ ബിഷപ്പിനെ നൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ഈ നൈറ്റിനെ റൂക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു നൈറ്റിനെ കിങ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, പോണിനെ എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബിഷപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, പോൺ ഈ റൂക്കിനെ അങ്ങനെ
വളരെ നല്ല ഒരു പ്രൊട്ടക്റ്റഡ് പൊസിഷൻ ഇവിടെ വൈറ്റിന് കിട്ടും. അതുകൊണ്ട് തന്നെ ക്വീൻ ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്നില്ല. ഇവിടെ വരുന്നു ബിഷപ്പ് ടെക്സ് നൈറ്റ്, കിങ് ടെക്സ് ബിഷപ്പ്. ഉടനെ വരികയാണ് ക്വീൻ G1. ഒരേ സമയം ഈ ഒരു പോണിനെയും ഈ ഒരു ബിഷപ്പിനെയും അറ്റാക്ക് ചെയ്യുകയാണ് ബ്ലാക്ക്. ഇവിടെ ഇതിനെ രണ്ടിനെയും പ്രൊട്ടക്റ്റ് ചെയ്ത് കളിക്കണം. ഇല്ലെങ്കിൽ ഈ ഒരു പോൺ പോയി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? പിന്നീട് ഇതൊരു പാസറായി മാറും. പിന്നീട് ബ്ലാക്കിന് ചിലപ്പോൾ ഗെയിമിൽ വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ വരികയാണ് നൈറ്റ് B3. രണ്ട് പീസുകളെയും ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. ഒരു പോണിനെയാണ്, ഒരു ബിഷപ്പിനെയും ഇവിടെ ഈ ഒരു നൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ഈ ഒരു നൈറ്റിൻ്റെത് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു പോണിനെ വെട്ടി മാറ്റാവുന്ന പൊസിഷനിലാണുള്ളത് അല്ലേ. എന്നിട്ട് ഈ ഒരു പോണിനെ ക്വീനാക്കി മാറ്റാം. ഓക്കെ. എന്നാൽ വൈറ്റിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്? കിങ് ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ക്വീനിന് മുന്നിൽ. അപ്പോൾ നിരന്തരമായ ചെക്കുകൾ കൊടുക്കാൻ ബ്ലാക്കിന് സാധിക്കും. എന്നിട്ട് കളി ഡ്രോ ആക്കാൻ സാധിക്കും. ഇനി കളി ഡ്രോ ആക്കാതെ വേറെ ഏതെങ്കിലും ഒരു മൂവ് കളിക്കുകയാണെങ്കിൽ ഉടൻ വരും ബിഷപ്പിനെയൊക്കെ മാറ്റിയതിന് ശേഷം ഈ ഒരു നൈറ്റ് കൊണ്ട് പോണിനെ വെട്ടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കിയപ്പോൾ നിരന്തരമായ ചെക്കുകൾ കൊടുക്കുകയാണ് ക്വീൻ ഉപയോഗിച്ച്. ക്വീൻ ചെക്ക്, കിങ് മാറുന്നു, വീണ്ടും ചെക്ക്, വീണ്ടും കിങ് മാറുന്നു, വീണ്ടും ചെക്ക്, കിങ് മാറുന്നു, ചെക്ക്, വീണ്ടും ചെക്ക്. അങ്ങനെ പൊസിഷൻ ചെക്ക് കൊടുത്തുകൊണ്ട് പൊസിഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ വെച്ച് ഗെയിം റിപ്പീറ്റേഷൻ എന്ന ഒരു റൂള് പ്രകാരം ഡ്രോ ആവുകയാണ്. ഒരേ പൊസിഷൻ 3 പ്രാവശ്യം ബോർഡിൽ വരികയാണെങ്കിൽ ഗെയിം ഡ്രോ ആണ്. അങ്ങനെ ഈ ഒരു ഗെയിം ഡ്രോ ആയിരിക്കുകയാണ്. എന്ത് അപൂർവമായ ഒരു അറ്റാക്കിംഗ് ഗെയിമാണ് ഇവിടെ സംഭവിച്ചത് അല്ലേ. നമുക്ക് ഒന്നുകൂടി ആ ഒരു അറ്റാക്കിംഗ് കോമ്പിനേഷൻ നമുക്ക് നോക്കാം. ഇവിടെ നൈറ്റ് വന്നു, ബിഷപ്പ് വന്നു. ഈ ഒരു പൊസിഷൻ വെച്ച് ക്വീൻ ടേക്സ് പോൺ. അപ്പോൾ റൂക്കിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തിരിച്ച് വീണ്ടും ഒരു നൈറ്റ് സാക്രിഫൈസ്. അപ്പോൾ നൈറ്റിനെയും റൂക്കിനെയും വെട്ടാതെ ബിഷപ്പ് ടേക്സ് പോൺ, കൗണ്ടർ സാക്രിഫൈസ്. എന്തൊരു മനോഹരമായ പൊസിഷനാണല്ലേ ബോർഡിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ബിഷപ്പിന് പകരം റൂക്കിനെ വെട്ടുന്നു. അതിനുശേഷം ഏതാനും നീക്കങ്ങൾക്ക് ശേഷം പിന്നീട് വരികയാണ് ഒരു സൂപ്പർ അറ്റാക്കിംഗ് ഓർഡർ. നമുക്ക് കാണാം ഇവിടെ പോൺ A4 വന്നപ്പോൾ ബിഷപ്പ് ടേക്സ് പോൺ, ബിഷപ്പ് സാക്രിഫൈസ്, പോൺ ടേക്സ് ബിഷപ്പ്, നൈറ്റ് ചെക്ക്, നൈറ്റ് സാക്രിഫൈസ്, പോൺ ടേക്സ് നൈറ്റ്. അപ്പോൾ ക്വീൻ ചെക്ക്, കിങ് മാറിയപ്പോൾ നൈറ്റ് ചെക്ക്, കിങ് മാറിയപ്പോൾ നൈറ്റ് ടേക്സ് ക്വീൻ. അങ്ങനെ ഏതാനും മൂവുകൾക്ക് ശേഷം നിരന്തരമായ ചെക്കുകൾ നടത്തിക്കൊണ്ട് ഗെയിം ഡ്രോ ആവുകയാണ്. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ ഒരു ഗെയിമിനെ പറ്റി അറിയിക്കുക. വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കോമ്പിനേഷനാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വളരെയധികം സാക്രിഫൈസിങ് അറ്റാക്കിംഗ് ഗെയിം, അതും ഇത്രയും വലിയ കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റിൽ. തീപാറിയ ഗെയിം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും കാണാം. താങ്ക് യു.